നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ ഏജ് ഓഫ് ചോസർ ആണ്. നമുക്കറിയാം, ഏജ് ഓഫ് ചോസർ എന്ന് പറയുന്നത് 1340 മുതൽ 1400 വരെയുള്ള കാലഘട്ടമാണ്. ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ആൻഡ് ടർബുലൻസ്. നമുക്കറിയാം, ഇതൊരു ട്രാൻസിഷൻ്റെ പീരീഡ് ആയിരുന്നു. കാരണം ഇതെന്ന് പറയുന്നത് ഒരു മീറ്റിംഗ് ഗ്രൗണ്ട് ഓഫ് ടു ഡൈവേർജൻ പീരീഡ്സ് എന്ന് നമുക്ക് പറയാം. ഓൾഡ് ആയിട്ടുള്ളതും അതല്ല ന്യൂ ആയിട്ടുള്ള രണ്ട് കാലഘട്ടങ്ങളുടെ ഒരു ഡൈവേർജിങ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു ഈ ഒരു ഏജ് ഓഫ് ചോസർ എന്ന് പറയുന്നത്. കാരണം ദിസ് വാസ് എ മീറ്റിംഗ് ഗ്രൗണ്ട് ഓഫ് ടു ഡൈവേർജൻ പീരീഡ്സ്, ഓൾഡ് ആൻഡ് ദ ന്യൂ, ദ മിഡീവൽ ആൻഡ് ദ റിനൈസൻസ്. റെനിസയുടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ തന്നെ പുതിയൊരു നവോത്ഥാനത്തിൻ്റെ ആരംഭം, അതുപോലെ തന്നെ മിഡീവൽ വേൾഡിൽ നിന്നുള്ള ഒരു മാറ്റം, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കൺവേർജൻ അല്ലെങ്കിൽ ഡൈവേർജൻ രണ്ടും രണ്ടായി പിരിയുന്ന ഒരു സമയമായിരുന്നു ഈ ഏജ് ഓഫ് ചോസർ എന്ന് പറയുന്നത്. Though the spirit of Middle Ages had not yet passed away, the seeds of modernity were being sown. ഇവിടെ മിഡിൽ ഏജിൻ്റെ പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന മിഡിൽ ഏജിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും മാറിയിട്ടില്ല എങ്കിൽ കൂടിയും പുതിയ കാലത്തിൻ്റെ റിനൈസൻസിൻ്റെ പുതിയ വിത്തുകൾ പാകാൻ തുടങ്ങിയിട്ടുള്ള ഒരു സമയമായിരുന്നു. മോഡേണിറ്റി, അതായത് ആധുനികത ഇംഗ്ലണ്ടിലേക്ക് വന്നു കയറുന്ന ഒരു സമയം കൂടിയായിരുന്നു ഏജ് ഓഫ് ചോസർ എന്ന് പറയുന്നത്. കാരണം ദിസ് പീരീഡ് വിറ്റ്നസ്ഡ് റിമാർക്കബിൾ സോഷ്യൽ, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ്. ഒരുപാട് സാമൂഹികമായിട്ടും മതപരമായിട്ടും അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായത് ഈ ഒരു ഏജിലാണ്. നമുക്കിനി അതെന്തൊക്കെയാണെന്ന് നോക്കാം. It was in this period that the crucial 100 years war between England and France took place. ഈ ഒരു സമയമാണ്, ഏജ് ഓഫ് ചോസറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 year war എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നതും ഒരു എൻഡിങ് ഒക്കെ വരുന്നത്. ഈ 100 years വാറിൻ്റെ ഒരു 100 വർഷം നടന്നിട്ടുള്ളൊരു യുദ്ധമുണ്ട്, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ. ദിസ് വാർ അവേക്കൻഡ് ഇംഗ്ലീഷ് നാഷണലിസം ആൻഡ് ഗേവ് റൈസ് ടു എ നാഷണൽ കോൺഷ്യസ്നെസ്. ആക്ച്വലി ഇംഗ്ലണ്ടിലുള്ള ആളുകളെ താഴ്ന്ന രീതിയിൽ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ ആയിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത്. കാരണം അത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായിരുന്ന സാധാരണക്കാരായിരുന്ന കർഷകരുടെ ഭാഷയായിരുന്നു നമുക്കറിയാം. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ഇംഗ്ലീഷുകാരുടെ ജീവിതമൊക്കെ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് എന്നുള്ളത് കണ്ടിരുന്നൊരു സമയമാണ്. പക്ഷേ ഈ ഒരു 100 years വാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ജനതയുടെ അവരുടെ ദേശീയത, അതുപോലെ തന്നെ നാഷണൽ കോൺഷ്യസ്നെസ്, ഇതെല്ലാം തന്നെ എവേക്കൻ ചെയ്തു, അതെല്ലാം ഉണർത്തുവാൻ കാരണമായി. ദ വിക്ടറീസ് ഓഫ് എഡ്വാർഡ് ആൻഡ് ദ ബ്ലാക്ക് പ്രിൻസ് ഓഫ് ഫ്രഞ്ച് സോയിൽ ഡ്യൂറിങ് ദ 100 years വാർ ഗേവ് എ ഫീലിംഗ് ഓഫ് നാഷണൽ പ്രൈഡ് ആൻഡ് സെൽഫ് റെസ്പെക്ട് ടു ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്വാർഡിൻ്റെ വിജയം, അതുപോലെ തന്നെ ബ്ലാക്ക് പ്രിൻസിൻ്റെ ഫ്രഞ്ച് മണ്ണിൽ പോയിട്ട് ഇവർ യുദ്ധം ചെയ്ത് നേടിയ വിജയങ്ങളൊക്കെ തന്നെ 100 years വാറിൽ എഡ്വാർഡ് നേടിയ വിജയങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ദേശീയ ബോധവും നാഷണൽ പ്രൈഡും ഒക്കെ നൽകി. അവർ വിചാരിച്ചു, ശരിയാണ്, താങ്കൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. സെൽഫ് റെസ്പെക്റ്റ് വർദ്ധിച്ചു. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലുള്ള ആളുകളുടെയൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു വികാരം എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ട് പരുവപ്പെട്ടു. ദിസ് പീരീഡ് മാർക്കഡ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അതുവരെ ഇപ്പം ചോസറുടെ കാൻറ്റർബറി ടെയിൽ വായിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കറിയാം, ശരിക്കും അതിനകത്ത് പറയുന്നുണ്ട് പ്രേയേഴ്സൊക്കെ ഫ്രഞ്ചിൽ സംസാരിക്കുവാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഭാഷയോടും അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയോടൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അഡ്മിറേഷൻ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും നല്ല ഭാഷ, അതാണ് ഏറ്റവും നല്ല സംസ്കാരം എന്നൊക്കെ ഇവർക്ക് തോന്നിയിരുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഈ ഒരു യുദ്ധത്തിലുണ്ടായിട്ടുള്ള വിജയം, അതുപോലെ തന്നെ എല്ലാവരും യുണൈറ്റഡ് ആയിക്കൊണ്ട് യുദ്ധത്തിന് വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് നിന്നു. ഈ ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ ഇംഗ്ലണ്ടിന് അതിൻ്റേതായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് അവിടുത്തെ ജനത തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ഇത് പുതിയൊരു ലാംഗ്വേജിനും ലിറ്ററേച്ചറിനും ഒക്കെ വഴിമരുന്നിട്ടു. കാരണം അവർക്ക് മനസ്സിലായി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്ര ചെറിയ ലാംഗ്വേജ് ഒന്നുമല്ല, അതിനൊരു കുഴപ്പമില്ല, നല്ല ലാംഗ്വേജ് ആണെന്ന് അവർ മനസ്സിലാക്കുകയും അത് സാഹിത്യത്തിലൊക്കെ വരികയും ചെയ്തു. ഫ്രാൻസിൽ നിന്നും ഈ ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജൊക്കെ അവർ ലിറ്ററേച്ചറിൽ നിന്നൊക്കെ മെല്ലെ മെല്ലെ മാറ്റി ഇംഗ്ലീഷിലേക്ക് ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് എഴുതിക്കൊണ്ടുവരാൻ തുടങ്ങി. ഇംഗ്ലീഷ് കെയിം ടു ഇറ്റ്സ് ഓൺ ബിക്കോസ് ഓഫ് ദി ഗ്രേറ്റ് വർക്ക്സ് ഡൺ ബൈ ചോസർ, ലാംഗ്ലാൻഡ് ആൻഡ് വൈക്ലിഫ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ചിരകാല പ്രതിഷ്ഠ അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ ഏറ്റവും നല്ലൊരു ലാംഗ്വേജ് ആക്കി കൊണ്ടുവരുന്നതിൽ ചോസർക്കും ലാംഗ്ലാൻഡിനും വൈക്ലിഫിനും ഒക്കെ ഉള്ള ഒരു സ്ഥാനമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയാത്തതാണ്. ഹു റോട്ട് ഇൻ ഇംഗ്ലീഷ്, അവരെല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയത്. അവർക്കൊക്കെ മറ്റ് ലാംഗ്വേജസ് അറിയാമെങ്കിലും അവർ ഇംഗ്ലീഷിനെ ഉയർത്തിക്കൊണ്ടു വന്നു. ദ വേരിയസ് ഡയലക്ട്സ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ് സ്പോക്കൺ ഇൻ ദ 14th century were similar to modern ഇംഗ്ലീഷ്. ശരിക്കും നമ്മൾ മിഡിൽ ഇംഗ്ലീഷിൽ അവർ സംസാരിച്ചിട്ടുള്ള
14th സെഞ്ച്വറിയിൽ സംസാരിക്കുന്ന പല ലാംഗ്വേജും പ്രയോഗങ്ങളും ഇപ്പോഴും നിലവിലുള്ളത് തന്നെയാണ്. മോഡേൺ ഇംഗ്ലീഷിൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ്. കാരണം അതൊക്കെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് എടുത്തത്. ഓക്കെ. ഇൻ 1362 എ statute ordained that English would be the language of law courts. പിന്നീട് 1362 നിയമപ്രകാരം തന്നെ അത് എന്ത് ചെയ്തു, ഇംഗ്ലീഷിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ കിട്ടി. കാരണം എന്ന് വെച്ചാൽ ലോയിലും കോർട്സിലും അതുപോലെ ഒഫീഷ്യൽ കാര്യങ്ങൾക്കെല്ലാം അവർ ഇംഗ്ലീഷ് ഉപയോഗിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇനി അവരുടെ സാമ്പത്തിക സ്ഥിതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദർ വാസ് ഓൾസോ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. നമുക്കറിയാം അവിടെ സാമ്പത്തികമായിട്ടും ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫ്യൂഡലിസം വാസ് ബിഗിനിങ് ടു ബ്രേക്ക് ഡൗൺ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മണി എക്കണോമി കെയിമിങ് ടു ബീയിങ്. ശരിക്കും ആ ഒരു ഫ്യൂഡലിസം, രാജവാഴ്ച എന്ന് പറയുന്നത് നേരെ താഴേക്ക് വരികയും പിന്നീട് ചെറിയ ചെറിയ ക്ലസ്റ്ററുകൾ, അതായത് അതായത് കച്ചവടം ചെയ്തിട്ട് മറ്റും ഉണ്ടാവുന്ന, ജോലി ചെയ്തൊക്കെ ഉണ്ടാവുന്ന പൈസക്കാരായിട്ടുള്ളൊരു ജനത ഉണ്ടാവാനൊക്കെ തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. There was rise of the burgesses who organized themselves into craft guilds. അവർ ഗിൽഡുകൾ രൂപപ്പെടുത്തി. ഓക്കെ. ബർഗസസ് എന്നറിയപ്പെടുന്ന, അതായത് BURGESSES, അങ്ങനെ ഒരു ടീം തന്നെ അവിടെ ഓർഗനൈസ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദംസെൽസ് ഇൻ ടു ക്രാഫ്റ്റ് ഗിൽഡ്സ്. അവർ ഗിൽഡുകളുണ്ട്. ഗിൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയാണ്. ദ ചർച്ച് അതോറിറ്റി ബിഗൻ ടു ബി ക്വസ്റ്റ്യൻഡ് വിത്ത് റിഫോംസ് ലൈക്ക് വൈക്ലിഫിനെ പോലെയുള്ള ആളുകളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു ഈ ഒരു പള്ളി അല്ലെങ്കിൽ അവരുടെ ഒരു റിലീജിയൻ്റെ ഡൊമിനേഷൻ, ആളുകളെ ഇങ്ങനെ ഇതിൻ്റെ പേരിൽ പറ്റിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വൈക്ലിഫിനെ പോലെയുള്ള റിഫോമേഴ്സ് എന്ത് ചെയ്തു, ചോദ്യം ചെയ്തു. വൈക്ലിഫിനെ പോലെയുള്ള റിഫോമേഴ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവർ ശരിക്കും സൊസൈറ്റിയുടെ മനസാക്ഷിയെ ഉണർത്താൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ഈ 14th സെഞ്ച്വറി എന്ന് പറയുന്നത് ഒരുപാട് പ്രൊട്ടസ്റ്റും റെബലിയൻസും ഈ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരെയും രാജവാഴ്ചക്കെതിരെയൊക്കെ നടന്ന ഒരു കാലഘട്ടമാണ്. ശരിക്കും അവർ രാജാക്കന്മാരെയൊക്കെ എതിർത്തപ്പോൾ ഈ റോയൽ ആൾക്കാർ എന്ത് ചെയ്തു എന്നറിയോ, ഉയർന്ന രീതിയിൽ ഇവർക്ക് നികുതി ചുമത്താൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നികുതി ചുമത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ എതിർക്കാൻ തുടങ്ങി. കാരണം ഇവർക്ക് ഒന്നാമത് ദേ ആർ സഫറിങ് ഫ്രം ദി എഫക്ട്സ് ഓഫ് ദ വാർ. ആ ഒരു യുദ്ധം നടന്നതിന് ശേഷം അവർക്ക് ഒരു സമാധാനം കിട്ടിയിട്ടില്ല, അവർക്ക് പൈസ ഇല്ല. അതേപോലെ തന്നെ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെട്ട പ്ലേഗ് കാരണം അത് പടർന്നു പിടിച്ചിട്ട് ഒരുപാട് ആളുകൾ മരിച്ചു. ഏകദേശം 1/4 ഭാഗത്തോളം ഇംഗ്ലണ്ടിലെ ജനത തന്നെ തുടച്ചു നീക്കപ്പെട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അവർക്ക് പൈസ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഉയർന്ന നികുതി ചുമത്തുന്നത്. അതവർക്ക് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതേപോലെ ജോലിക്കാരായിട്ടുള്ള ആളുകൾ, വർക്കിംഗ് പീപ്പിൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ മണി ഡിമാൻഡിങ്, അവരുടെ വേജ് കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിമാൻഡ് ചെയ്തു. കാരണം ആളുകൾ കുറവാണ്, അവർക്ക് വർക്കിംഗ് അവറൊക്കെ കൂടുതലാണ്. അപ്പോൾ അവർ പൈസ വേണമെന്ന് പറയുകയും പിന്നീട് 1381 ഇതിൻ്റെയൊക്കെ പേരിൽ ദ പെസൻസ് റിവോൾട്ട് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 1381 വളരെയധികം പേര് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ജീവനാശം സംഭവിച്ചത് പെസന്റ് റിവോൾട്ട് സംഭവിച്ചു. In general, the age of Chaucer witnessed a series of uprisings and agitations which led to a churning of the society and paved the way for a new society. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഈ ചർച്ച് എന്താ ചെയ്യുന്നത്, വൈക്ലിഫിനെ പോലെയുള്ള ആളുകളൊക്കെ വന്നപ്പോഴേ എന്താണ് ഈ ഒരു അതോറിറ്റി നമ്മളെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയും അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ അതിനൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്നറിയോ, അനോണിമസ് ആയിട്ടുള്ള ആളുകളുടെ രചനകളൊക്കെ വരുന്നതിന് പകരം ആളുകൾ അവരുടെ പേരുകൾ വെച്ചിട്ട് തന്നെ, പേര് ചിലപ്പോൾ സ്റ്റുഡൻറ്റ് നെയിമൊക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും അവരവരുടെ പേരുകളൊക്കെ വെച്ചിട്ട് എഴുതാൻ വേണ്ടി തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു ചോസേറിയൻ ഏജ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ 14th സെഞ്ച്വറി സൊസൈറ്റി എന്ന് പറയുന്നത് ഡിവൈഡഡ് ഇൻറ്റു 3 ട്രഡീഷണൽ എസ്റ്റേറ്റ്സ്, 3 എസ്റ്റേറ്റുകളായിട്ട് അവരെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ദോസ് ഹു പ്രേ ദ ചർച്ചിലുള്ള ആളുകൾ, ഓക്കെ, ക്ലർജി പീപ്പിൾ, അവരൊരു തട്ടിലും. രണ്ടാമത്തേത് ഹു ഫൈറ്റ്, ആരാണ് യുദ്ധം ചെയ്യുന്നത്, അതായത് നൊബിലിറ്റി എന്ന പേരിൽ രണ്ടാമത്തെ ആളുകളും. പിന്നീട് ബാക്കി വരുന്ന ആളുകളെല്ലാം വർക്കിംഗ് ക്ലാസ് പീപ്പിളും ആയിരുന്നു. ശരിക്കും ചർച്ച് വാസ് ദ മോസ്റ്റ് പോപ്പുലർ വൺ ഓർ പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൺ എ തേർഡ് ഓഫ് ദ പ്രോപ്പർട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ 1/3 ഭാഗം പ്രോപ്പർട്ടിയും അതുപോലെ പവറും, എല്ലാവരുടെ മുകളിലും പവർ ഉണ്ടായിരുന്നത്
ചർച്ചിനായിരുന്നു. ടേക്കിംഗ് ടുഗെദർ ദ ക്രൗൺ, ദ നോബിലിറ്റി ആൻഡ് ദ ചർച്ച് ഓൺഡ് അബൌട്ട് 75% ഓഫ് ഇംഗ്ലീഷ് ലാൻഡ്. ഇംഗ്ലണ്ടിലെ 75% ലാൻഡും ശരിക്കും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റുകളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്, നൊബിലിറ്റിയും അതുപോലെ തന്നെ ചർച്ചും. അങ്ങനെ പക്ഷേ അവിടുത്തെ ലാർജസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് വില്ലനി എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു തേർഡ് ക്ലാസ്, അതായത് വർക്കിംഗ് ക്ലാസ് പീപ്പിളായിരുന്നു. അവർ ശരിക്കും 45% അവരുടെ ഇംഗ്ലീഷ് ലാൻഡിൽ അവരവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്കതിൽ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. ദേ ആക്ച്വലി അലൗഡ് ഒക്യുപ്പൈ ഇൻ എക്സ്ചേഞ്ച് ഫോർ ലേബർ സർവീസസ്. അവർ നൊബിലിറ്റി ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവരെ ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരവിടുന്ന് താമസം മാറി പോകുന്നു. ആ ഒരു രീതിയിൽ മാത്രമാണ് അവരുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഒക്കറൻസ് സച്ച് ആസ് ഫാമിൻ, ബ്ലാക്ക് ഡെത്ത് ആൻഡ് റിവോൾട്ട്സ് ഇൻ ഫ്ലാൻഡേഴ്സ്, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ ഇറ്റലി, റിവൽ പോപ്സ് ആൻഡ് ലൊല്ലാർഡ് മൂവ്മെൻറ്റ് ആൻഡ് ദ 100 Years' War led to a crisis in feudalism. ആക്ച്വലി ഈ ഒരു പ്രശ്നങ്ങളെല്ലാം, ബ്ലാക്ക് ഡെത്ത്, അതുപോലെ തന്നെ ഫ്ലാൻഡേഴ്സിലുണ്ടായിട്ടുള്ള റിവോൾട്ട്, ഫ്രാൻസിൽ, ഇംഗ്ലണ്ടിൽ, വെയിൽസിൽ, നോർത്തേൺ ഇറ്റലിയിൽ, ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിവോൾട്ടുകൾ, അതുപോലെ ലൊല്ലാർഡ് മൂവ്മെൻറ്റും 100 Years' War ഒക്കെ എന്ത് ചെയ്തു, ഫ്യൂഡലിസത്തിന് ഒരു ഭയങ്കര ക്രൈസിസ് ഉണ്ടായി കൊടുത്തു. ഭയങ്കര പ്രശ്നമായി ഫ്യൂഡലിസത്തിൽ. ബൈ ദ എൻഡ് ഓഫ് ദ 14th century, ഫ്യൂഡലിസം വാസ് നോ ലോങ്ങർ എ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫോഴ്സ്. 14th century അവസാനമായപ്പോഴേക്കും ഫ്യൂഡലിസം വലിയൊരു ശക്തിയുള്ള കാര്യമല്ലാണ്ടായി മാറി. മോസ്റ്റ് വില്ലൻലി സെക്യൂർഡ് പേഴ്സണൽ ഫ്രീഡം. ഒരുപാട് ആളുകൾക്ക്, പെസൻസിന്, ഫാമേഴ്സിന് ഒക്കെ പേഴ്സണൽ ഫ്രീഡം കിട്ടാൻ തുടങ്ങി. It became usual to attach a money value to services performed by the tenants on the manorial estate. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആളുകൾക്ക് കൂലി കിട്ടുക എന്നുള്ള കാര്യമൊക്കെ വരാൻ തുടങ്ങി. അതുവരെ ആളുകൾ ജസ്റ്റ് പണിയെടുക്കുന്നു, അവിടുന്ന് എന്തെങ്കിലും കിട്ടുന്ന കഴിക്കുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ചെയ്യുന്ന എന്തൊരു സർവീസിനും പൈസ കിട്ടുക എന്നുള്ള ഒരു കാര്യം അവിടേക്ക് വരാൻ തുടങ്ങി. ആൻഡ് ദ 3 estates lasted until the middle of the 14th century. 14th centuryൻ്റെ ഒരു മിഡിൽ വരെ, 1350 വരെയും ശരിക്കും ഈ ഒരു എസ്റ്റേറ്റ് 3 അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. When the new classes based solely on professions began to rise. പിന്നീട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഓരോ ജോലികൾ വെച്ചിട്ട് ആളുകൾ സമൂഹത്തിൽ മുന്നോട്ട് വരാൻ തുടങ്ങിയ സമയത്ത് ഇതിങ്ങനെ മെല്ലെ മെല്ലെ മായാൻ തുടങ്ങി. ആൻഡ് മെർക്കൻറ്റൈൽ ക്ലാസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. പിന്നെ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ക്ലാസ് പീപ്പിൾ വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലി എന്നുള്ള രീതിയിൽ, അല്ലാതെ ഏറ്റവും താഴെ അടിമകൾ എന്നുള്ളതല്ല, ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ക്ലാസ്, ഒരു ന്യൂ വേ ഓഫ് ഡിവിഷൻ അവിടെ വരാൻ തുടങ്ങി. വിച്ച് കൺസിസ്റ്റഡ് ഓഫ് മെർച്ചൻസ് ആൻഡ് വാസ് കൺസിഡേർഡ് ആസ് അർബൻ മിഡിൽ ക്ലാസ്. ശരിക്കും മെർച്ചൻസുകളാണ് വന്നത്, എന്ന് വെച്ചാൽ കച്ചവടക്കാരാണ് കൂടുതലായിട്ടും ഉണ്ടായത്. ഓക്കെ. ആൻഡ് ദ റൈസ് ഓഫ് ദിസ് മിഡിൽ ക്ലാസ് ഇൻ ടേൺ ലെഡ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഫ്രഞ്ച് കൾച്ചറൽ ഹെജിമണി. പിന്നീട് ഫ്രാൻസിൻ്റെ ഒരു കൾച്ചറൽ ഹെജിമണിയെ ഇത് നേരെ തലതിരിച്ചിട്ടു. എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ ഒരു കച്ചവടം, അതുപോലെ തന്നെ വ്യവസായപരമായിട്ട് അവർ ഒരുപാട് ഉന്നതിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഫ്രഞ്ചിൻ്റെ ഒരു ആധിപത്യം, എല്ലാ രീതിയിലും ഉണ്ടായിട്ടുള്ള ഒരു ആധിപത്യം മെല്ലെ മെല്ലെ അസ്തമിക്കാൻ തുടങ്ങി. അനദർ ന്യൂ ക്ലാസ് വാസ് ദി ഇൻ്റലക്ച്വൽസ് വിച്ച് ബ്രോക്ക് ഓഫ് ഫ്രം ദ ഫസ്റ്റ് എറ്റേജ് ദ ചർച്ച്. പിന്നീട് ഒരുപാട് ഇൻ്റലക്ച്വൽ അവിടേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ചർച്ചിൽ നിന്നും വന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അവർക്കായിരുന്നു സമൂഹത്തിൽ എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നത്, പക്ഷേ അവർ ചിന്തിക്കാൻ തുടങ്ങുകയും പിന്നീട് ചർച്ച് വിട്ട് അവർ ഇൻ്റലക്ച്വൽസ് വരികയും പുറത്ത് വരികയും ചെയ്തു. അപ്പോൾ പിന്നീടൊരു കച്ചവട വൃന്ദം, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ക്ലർജി പീപ്പിളിൽ നിന്ന് മാറിയിട്ട് ഇൻ്റലക്ച്വൽസ്, അങ്ങനെ സോഷ്യലി ഈ ഒരു എസ്റ്റേറ്റ് മുഴുവനും മാറുകയും 3 എസ്റ്റേറ്റ് ആയിട്ടുള്ള ഡിവിഷൻ മാറിയിട്ട് ഒരു പരന്നു കിടക്കുന്ന ഒരു സോഷ്യലി സ്പ്രെഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി രൂപം കൊള്ളുകയും ചെയ്തു. ഇങ്ങനെയാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഏജ് ഉണ്ടായത്. ശരിക്കും ഫ്രാൻസിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു അവരുടെ ക്ലച്ചസിൽ നിന്ന് ഇവർ നേരെ വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു അവർക്കുണ്ടായിട്ടുള്ളൊരു ഗുണം. പിന്നെ നമ്മൾ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഏജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട ഈവൻറ്റ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അപ്പോൾ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഏജ് എന്ന് പറയുന്നത്, എക്കണോമി ഓഫ് മിഡീവൽ ഇംഗ്ലണ്ട് വാസ് ഓവർവെൽമിംഗ്ലി അഗ്രികൾച്ചറൽ. ശരിക്കും നമ്മൾ പറഞ്ഞു 45% ഓഫ് ദി ലാൻഡ് ഈസ് ആക്ച്വലി അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ഇംഗ്ലീഷ് അഗ്രികൾച്ചറൽ മെത്തേഡ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി റിമൈൻഡ് സ്റ്റാഗ്നൻറ്റ്
throughout the medieval period. Chaucer's age was a period of continuous economic upheaval due to the Black Plague, and population had reduced and the economy had declined. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചതുകൊണ്ട് എക്കണോമി എന്ന് പറയുന്നത് താഴോട്ട് വരിക ചെയ്തത്. കാരണം ബ്ലാക്ക് ഡെത്ത് വന്നു, ആളുകൾ വർക്ക് ചെയ്യാനില്ലാണ്ടായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആൻഡ് ഹാഡ് reduced, and 100 Years' War also contributed to depleting the national treasury and had an adverse impact on the economy of the time. അതുപോലെ തന്നെ ബ്ലാക്ക് ഡെത്തും 100 Years' വാറും കൂടി വന്നപ്പോഴത്തേന് രണ്ടും കൂടി ആയപ്പോൾ എക്കണോമി ആകെ താളം തെറ്റി. During the 14th century, towns began to function as commercial centers. പിന്നീട് 14th സെഞ്ച്വറിയുടെ ഒരു അവസാനമായപ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഒരുപാട് കച്ചവടങ്ങൾ ആരംഭിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ കച്ചവടങ്ങൾ ആരംഭിക്കുകയും ടൗണുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ്, വ്യാവസായിക കേന്ദ്രങ്ങളായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി കൊടുക്കൽ വാങ്ങലുകൾക്ക്. ബട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്സ് വാസ് സ്റ്റിൽ അൺഡെവലപ്ഡ്. പക്ഷേ ഒരുപാട് ദൂരെയുള്ള റൂറലായിട്ടുള്ള ഏരിയാസൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ അധികം ഒരു ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. ദർ വാസ് റൈസ് ഓഫ് ദ മെർച്ചൻറ്റ് ക്ലാസ് ആൻഡ് ഫോർമേഷൻ ഓഫ് ട്രേഡ് ഗിൽഡ്സ്. നമ്മൾ പറഞ്ഞില്ലേ, കച്ചവടങ്ങൾ ചെയ്യുന്ന കുറച്ച് മെർച്ചൻസ്, കച്ചവടക്കാരുടെ ഗ്രൂപ്പുകൾ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. ക്രാഫ്റ്റ്സ്മെൻ, ആർട്ടിസൻസ് ആൻഡ് മെർച്ചൻസ് ഫോംഡ് ഓർഗനൈസേഷൻസ് ദാറ്റ് റെഗുലേറ്റഡ് മോസ്റ്റ് ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ബിസിനസ്സസ്. ശരിക്കും അത് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, അത് വിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പിന്നീട് ഉണ്ടാവാൻ തുടങ്ങിയത്. ആൻഡ് ഗിൽഡ്സ് ഡിക്റ്റേറ്റഡ് ദ റിക്വയർമെൻറ്റ്സ് ഫോർ മെമ്പർഷിപ്പ് ആൻഡ് കൺട്രോൾ ദ ട്രെയിനിങ് ഓഫ് അപ്രൻറ്റൈസസ് ആസ് വെൽ ആസ് ദ ക്വാളിറ്റി ആൻഡ് പ്രൈസ് ഓഫ് സർവീസസ് ഓർ മെർച്ചൻഡൈസസ് ഓഫേർഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. പിന്നീട് ഇവരാണ് ഈ ഗിൽഡുകളാണ്. ഗിൽഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർച്ചൻസിൻ്റെ ഒരു കൂട്ടം, വ്യാവസായിക പ്രമാണിമാരുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അവരെല്ലാവരുമാണ് പിന്നീട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അവരായിരുന്നു. പിന്നെ നോൺ മെമ്പേഴ്സ് വെർ ഫോർബിഡൻ ടു പ്രാക്ടീസ് ദിയർ ക്രാഫ്റ്റ്സ് ആൻഡ് പ്രിവെൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് വാസ് അഫോർഡഡ് ടു ഗിൽഡ് മെമ്പേഴ്സ്. അപ്പോൾ ഇവർ കൊടുക്കുന്ന മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് സാധനങ്ങൾ ഉണ്ടാക്കാനും ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ വന്ന് വിൽക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ളൊരു അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അത് മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകളൊക്കെ അതിന് തഴയപ്പെട്ടിരുന്നു. And by the end of the Middle Ages, guilds became extremely powerful, influencing the economic and political life of towns throughout England. പിന്നീട് ഇവർ ഭയങ്കര പവർഫുൾ പീപ്പിളായിട്ട് മാറി. ശരിക്കും എക്കണോമി എന്ന് പറയുന്നത്, അതുപോലെ പൊളിറ്റിക്കൽ ലൈഫ് എല്ലാം ഇംഗ്ലണ്ടിലുള്ള പ്രധാനപ്പെട്ട ടൗണുകളിലെല്ലാം ഉണ്ടാകുന്ന ഈ ഗിൽഡുകളാണ് പിന്നീട് എന്ത് ചെയ്തത്, ഇവരുടെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അതുപോലെ എക്കണോമിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും ഒക്കെ അവരായിട്ട് മാറി. ആൻഡ് വൂൾ ഇൻഡസ്ട്രി ബിക്കം എൻ ഇമ്പോർട്ടൻറ്റ് സെക്ടർ. അതുപോലെ കമ്പിളി വ്യവസായം എന്ന് പറയുന്നത്, തുണികൾ ഉണ്ടാക്കി വിൽക്കുന്നതൊക്കെ. ദ വൂളൻ ഇൻഡസ്ട്രി മൂവ്ഡ് ഇൻ ടു റൂറൽ ഏരിയാസ് വേർ റോ മെറ്റീരിയൽസ് ഫോർ പ്രോസസ്സിംഗ് വാസ് അവൈലബിൾ. അപ്പം അവരുടെ ഒരു വൂള് നെയ്ത്ത് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരികയും അത് റൂറൽ ഏരിയാസിലും കൂടെ പോവുകയും ചെയ്തു. കാരണം അവിടെ നിന്ന് അവർക്ക് ഈസി ആയിട്ട് എവിടെയാണോ റോ മെറ്റീരിയൽ ഉള്ളതൊക്കെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പോർട്ടിംഗ് വൂൾ ടു ഫ്ലാൻഡേഴ്സ്, ദി ഇംഗ്ലീഷ് ബിഗൻ ടു മേക്ക് ക്ലോത്ത് ദംസെൽസ് ഓൺ എ ലാർജ് സ്കെയിൽ. ഫ്ലാൻഡേഴ്സിൽ നിന്നായിരുന്നു അവർ ഇതുവരെയും തുണികളും മറ്റും ഇറക്കുമതി ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ സ്വയം പര്യാപ്തരായി, അവർക്ക് അവരുടേതായിട്ടുള്ള തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ ടൗൺ ഓഫ് ബാത്ത് വാസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് റെസ്പെക്ട് സിൻസ് ഇറ്റ് ഹാഡ് ഡെവലപ്പിംഗ് വൂൾ ഇൻഡസ്ട്രി. അപ്പം നമ്മൾ വൈഫ് ഓഫ് ബാത്തിനെ പറ്റിയിട്ട് കാൻറ്റർബറി ടെയിൽസിൽ പഠിച്ചതാണ്. അപ്പോൾ ടൗൺ ഓഫ് ബാത്ത് എന്ന് പറയുന്നത് അവിടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. കാരണം അവിടെയാണ് വൂൾ ഇൻഡസ്ട്രി ഒക്കെ വളരെ നന്നായിട്ട് ഡെവലപ്പായി വന്നത്. And this shift to rural areas is reflected in Chaucer's portrait of the wife of Bath in Canterbury Tales. The wife of Bath comes from a place beside Bath. അപ്പോൾ ബാത്തിൻ്റെ അടുത്ത് നിന്നാണ് ഈ വൈഫ് ഓഫ് ബാത്ത് വരുന്നത്. ആൻഡ് ഷീ ഈസ് എ വീവർ ഓഫ് ക്ലോത്ത്സ് സോ ഫൈൻ ദാറ്റ് ഷീ സർപ്രൈസസ് ദോസ് ഓഫ് യെപ്രസ് ആൻഡ് ഗോൺ. അപ്പോൾ അവർ ഒരു നല്ലൊരു വീവറൊക്കെയാണ്. ആൻഡ് ദാറ്റ്സ് വൈ. ദെൻ വരുന്നത് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഏജ് എന്ന് പറയുന്നത് നമുക്കറിയായിരുന്നു. ശരിക്കും അവർ അണ്ടർ ദി ക്ലച്ചേഴ്സ് ഓഫ് ക്ലർജി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ദ ഓഫീസ് ഓഫ് ദ പോപ്പ് വാസ് സ്റ്റിൽ എക്സ്ട്രീംലി പവർഫുൾ ആൻഡ് ദ ചർച്ച് വാസ് എ മേജർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫോഴ്സ് ഓഫ് ദ പീരീഡ്. ഈ പീരീഡ് മുഴുവനും റിലീജിയസ്ലി എന്ന് പറയുന്നത് പോപ്പിൻ്റെ ഓഫീസും അതുപോലെ തന്നെ അവരുടെ ഒരു കാര്യങ്ങളൊക്കെ എക്സ്ട്രീംലി പവർഫുള്ളാണ്.
ആൻഡ് പെപ്പസി ഹാഡ് ദ പവർ ടു അപ്പോയിൻറ്റ് ബിഷപ്സ്. ശരിക്കും പോപ്പാണ് തീരുമാനിച്ചിരുന്നത് ആരാണ് ബിഷപ്പ് ആവേണ്ടതെന്നൊക്കെ. ആൻഡ് പീപ്പിൾ ഹാഡ് ടു റിസോർട്ട് ടു ദ സർവീസസ് ഓഫ് ദ പ്രീറ്റ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഗോഡ്. പ്രീറ്റ്സ് ഹാഡ് ടു ബി പെയ്ഡ് ടു സേ മാസസ് ഓർ റിലീസ് സോൾസ് ഫ്രം പർഗേറ്ററി. The king too employed clerical ministers and paid them by church preferments. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചർച്ചിൻ്റെ നല്ലതായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കണമെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കണമായിരുന്നു. ഇവർ വഴിയാണ് നമ്മളെ പ്രാർത്ഥനകളൊക്കെ നടന്നിരുന്നത്. ഈവൻ രാജാവ് പോലും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഇതുപോലെയുള്ള ആളുകളെ വെക്കുകയും ക്ലർജി പീപ്പിൾ വെക്കുകയും അവർ മിനിസ്റ്റേഴ്സ് ആയിട്ട് പിന്നീട് ചർച്ചിൻ്റെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഹൗ ദ ബ്ലാക്ക് ഡെത്ത് ഡിസ്ഓർഗനൈസ്ഡ് ദ ചർച്ച് ബൈ തിന്നിങ് ദി റാങ്ക്സ് ഓഫ് ദ ക്ലർജി. പക്ഷേ ബ്ലാക്ക് ഡെത്ത് വന്നതോടുകൂടി, ഈ ഒരു മരണം സംഭവിച്ച് ഒരുപാട് ആളുകൾ മരിക്കുന്നതോടുകൂടി ശരിക്കും ഇവിടെ ക്ലർജിയുടെ റാങ്കിങ്ങും അതുപോലെ അവരുടെ ഒരു പൊസിഷനൊക്കെ താഴോട്ട് പോവുകയാണ് ചെയ്തത്. ബ്ലാക്ക് ഡെത്തിന് ശേഷം നമ്മൾ പറഞ്ഞു അവിടെ ആളുകളുടെ ഇതൊക്കെ കുറഞ്ഞു വന്നു. പിന്നീടൊക്കെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ചോസറിൻ്റെ ഏജ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ദ പൊസിഷൻ ഓഫ് ചർച്ച് ബിഗൻ ടു ബി ഗ്രാജുവലി undermined and people for the first time began to show signs of discontent against the churchman. അവർ ആദ്യമായിട്ട് ചർച്ച്മാൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും അവർക്കെതിരെ സംസാരിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു വരികയാണ്. അപ്പം unlike earlier heresons, this time it was led by the prominent member of the establishment, John Wycliffe, an Oxford scholar, a theologian of the first rank. അദ്ദേഹം വൈക്ലിഫിൻ്റെ വരവോട് കൂടിയിട്ട് ആദ്യമായിട്ട് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒരു ന്യൂ ഇംഗ്ലണ്ട്, ഒരു ന്യൂ ലീഡർഷിപ്പ്, സ്പിരിച്വൽ ലീഡർഷിപ്പ് വരികയാണ് ചെയ്യുന്നത്. വൈക്ലിഫ് became a big threat to the church in the last decade of the century. Lollardy, a movement instigated by John Wycliffe, began to question the church's claim to be the sole authority on matters of religion. Lollardy posed a serious problem for the church because a number of nobles took Wycliffe's ideas from the confines of Oxford University out into the political world. അപ്പം ശരിക്കും ലൊല്ലാർഡ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു പൊളിറ്റിക്കലായിട്ട് റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഓക്സ്ഫോർഡ് സ്കോളറായിട്ടുള്ള നമ്മളുടെ വൈക്ലിഫ് നടത്തിയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അങ്ങനെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ഓഫ് ദി ഏജ് ഓഫ് ചോസർ ആണ് നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പം ദീസ് തിങ്സ്, ഇതാണ് നമ്മുടെ ഒരു ചോസറിയൻ ഏജിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ.